ആറന്മുളയിലെ NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ 24-നൊപ്പം ചേരുകയാണ്. ഇനിയിപ്പോൾ വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രം പരസ്യപ്രചരണം അവസാനിക്കുന്നു. അതിനുശേഷം മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. എന്താണ് NDAയുടെ ആറന്മുളയിലെ അവസാനവട്ട പ്രതീക്ഷകൾ? ആറന്മുളയിൽ ഞാൻ എത്തിയത് ഏതാണ്ട് 20-ാം തീയതിയോട് കൂടിയാണ്. എനിക്ക് ഇവിടെ പ്രവർത്തിക്കാൻ കിട്ടിയ സമയം എന്ന് പറയുന്നത് 2 ആഴ്ചയാണ്. ഈ 2 ആഴ്ചയ്ക്കിടയിൽ ഞാൻ ഈ പ്രദേശത്തെമ്പാടും ഓടിയെത്തി. രാവിലെ 6 മണി മുതൽ രാത്രി 12 മണി വരെയും ഈ 12 പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയിലും യാത്ര ചെയ്ത് ജനങ്ങളെ കണ്ടു. അവരുടെ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ എല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അവരിലൊരു വിശ്വാസം ഉണ്ടാക്കി. കാരണം ഞാൻ ഈ നാട്ടുകാരനാണ്, ഈ നാട്ടിൽ തന്നെ വളർന്ന ഒരാളാണ്. ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ നന്നായിട്ടറിയാം. അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്, പരിഹരിക്കാൻ വേണ്ടി കൂടെ നിന്നിട്ടുണ്ട്, അവരോടൊപ്പമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ അവസാനത്തെ ലാപ്പിൽ വളരെ പ്രചരണ പരിപാടി അവസാനിക്കുന്ന ഈ നിമിഷം എനിക്ക് വളരെയധികം ആത്മവിശ്വാസമാണ്. ഈ ആത്മവിശ്വാസം അത്തരത്തിലൊക്കെ ഉണ്ട്. പക്ഷേ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വലിയ തരത്തിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ ആശങ്ക ഈ അടുത്ത കാലത്തായിട്ട് പല കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. നമുക്ക് മണിപ്പൂർ തുടങ്ങി ഏറ്റവും ഒടുവിൽ FCRI അടക്കം വലിയ ആശങ്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ FCRI വിഷയം നിലവിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സജീവമായിട്ട് ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ വിവിധ മണ്ഡലങ്ങളിലുള്ള സ്ഥാനാർത്ഥികൾക്ക്, BJP സ്ഥാനാർത്ഥികൾക്ക് തിരിച്ചടിയാകുമെന്ന് കരുതുന്നുണ്ടോ? അതൊരു തിരിച്ചടിയാവില്ല. കാരണം ഇത് CPM-ഉം കോൺഗ്രസും മത്സരിച്ച് നടത്തുന്ന കുത്തിത്തിരിപ്പാണ്. ഇവിടുത്തെ ന്യൂനപക്ഷ സഹോദരങ്ങളുടെ ഇടയിൽ അവർ പോയി BJP-ക്കെതിരെ വാസ്തവത്തിൽ വിദ്വേഷജനകമായിട്ടുള്ള രീതിയിൽ അവരോട് സംസാരിച്ച് അവരെ കുത്തിയിളക്കി വിടുകയാണ്. അല്ലാതെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോഴും FCRI എന്ന് പറയുന്നൊരു നിയന്ത്രണം വെക്കുന്നത് ക്രൈസ്തവ വിഭാഗങ്ങളുടെ മുന്നിലുള്ള പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതല്ലേ? ഒരിക്കലും ബാധിക്കില്ല. കാരണം വെച്ചാൽ ഏറ്റവും കൂടുതൽ ഈ FCRI-യിൽ രജിസ്ട്രേഷൻ ഉള്ളതും പണം ലഭിക്കുന്നതും ഹൈന്ദവ സംഘടനകളാണ്. ഈ ഭാരതം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവർക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവർ എന്ന് പറഞ്ഞാൽ 2% ഈ ഭാരതത്തിലുള്ളത്. ബാക്കി എത്രയോ ആളുകളുണ്ട്. ഇത് CPM-ഉം കോൺഗ്രസും പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇത് ക്രൈസ്തവർക്ക് നന്നായിട്ട് അറിയാം. മാത്രവുമല്ല, പ്രധാനമന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇത് മനഃപൂർവ്വം ഇവിടെ മോഡി സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ജനങ്ങളുടെ നടത്തുന്ന കുപ്രചരണമാണ്. യാതൊരു സംശയമില്ല. അത് ക്രൈസ്തവ സഹോദരങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അവർക്കറിയാം ക്രൈസ്തവർ ഭൂരിപക്ഷമുള്ള ഗോവയിലും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലും ഒക്കെ ഭരിക്കുന്ന BJP അല്ലേ. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഇവിടെ വന്നപ്പോഴൊക്കെ കാര്യം പറഞ്ഞാണ്. പക്ഷേ മറ്റൊരു കാര്യം, ഇപ്പോൾ NDAയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന പല ആളുകൾ, ഇപ്പോൾ മറ്റു പല പാർട്ടികളിൽ നിന്ന് NDAയിലേക്ക് വന്ന PC ജോർജ് അടക്കമുള്ള ആളുകൾ ഇപ്പോഴും ക്രൈസ്തവരെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്നത്. അദ്ദേഹം ഒരു ക്രൈസ്തവനാണ്. അദ്ദേഹം ക്രൈസ്തവ സമൂഹത്തിൽ വളരെ വിശ്വാസം ആർജിച്ചിട്ടുള്ള ആളാണ്. എത്രയോ നാളുകളുള്ള MLA ആയിട്ടിരുന്ന ആളാണ്. അദ്ദേഹം ഒരിക്കലും ക്രൈസ്തവ സമൂഹത്തെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം ക്രൈസ്തവരോടൊപ്പമുണ്ട്, ക്രൈസ്തവ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ്. അവസാനമായിട്ട് ആറന്മുളയിൽ വീണ ജോർജ് 3ാമത് പോകുമെന്നാണ് ആന്റണി പറഞ്ഞത്. അപ്പോൾ ഇവിടെ BJP-യും UDF തമ്മിലാണോ ആറന്മുളയിൽ മത്സരം? അല്ല, എനിക്ക് 1ാം സ്ഥാനത്ത് എത്തുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തും എത്തുന്നത് അവർ തമ്മിൽ തർക്കമാണ്. അത് ഞാൻ എന്തിനാ ഇടപെടുന്നു? അവർ തമ്മിൽ തർക്കിച്ചോട്ടെ. 2ാം സ്ഥാനം അവർക്ക് വേണമെന്നാണ് LDF പറയുന്നത്. അതല്ല, ഞങ്ങൾക്കാണ് 2ാം സ്ഥാനം. അത് അവർ തമ്മിലുള്ള തർക്കമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 1ാം സ്ഥാനത്തെത്തും. അക്കാര്യം തർക്കമില്ല. 2, 3 അവർ പങ്കിട്ടെടുത്തോട്ടെ, എനിക്കൊരു വിരോധമില്ല. വലിയ ആത്മവിശ്വാസമാണ് NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ പങ്കുവെക്കുന്നത്. ആറന്മുളയിൽ താനായിരിക്കും 1ാം സ്ഥാനത്ത് വരിക എന്നുള്ള കാര്യങ്ങൾ കൂടി കുമ്മനം രാജശേഖരൻ പറയുന്നുണ്ട്. ഒപ്പം തന്നെ FCRI-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്ത് ഒരു തരത്തിലുള്ള ആശങ്ക വേണ്ട എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.